സിന്ധൂസ് ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ക്രിസ്മസ് സ്പെഷ്യൽ പായസമാണ്. മത്തങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പായസം ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഒരു വെറൈറ്റി പായസം തന്നെ ആവട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു മത്തങ്ങ പായസം എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മത്തങ്ങ പായസം വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തങ്ങ ഇട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള നല്ല മഞ്ഞ കളറിലുള്ള മത്തങ്ങ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇത് നല്ല മധുരമുള്ള മത്തങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇത് വേവാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാൻ 2 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് പച്ചവെള്ളത്തിലൊന്നും വേവിച്ചെടുക്കരുത് കേട്ടോ. തേങ്ങാപ്പാൽ തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി കുക്കർ അടച്ചതിന് ശേഷം ഇത് 2ഓ 3ഓ വിസിൽ വരുന്നത് വരെയൊക്കെ വേവിച്ചെടുക്കാം. ഇതിലോട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം കേട്ടോ അതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു ശർക്കരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ മത്തങ്ങ നല്ല മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു ശർക്കര എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലോണം തന്നെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി വേണം കേട്ടോ എടുക്കാനായിട്ട്. ഞാനിവിടെ നൈസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന മത്തങ്ങ കഷ്ണങ്ങളൊക്കെ അതേ നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ ആ ഒരു വെള്ള പാടായിട്ടൊക്കെ കിടക്കുന്നത് അത് തേങ്ങാപ്പാലാണ് കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഒരു ഉരുളിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂട് കട്ടിയായിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് വേണം ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം വറ്റിച്ചിട്ട് എടുക്കുമ്പോഴേക്കും അതിൽ കാണുന്ന ആ ഒരു വെള്ള പാട പോലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഇത് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് വെള്ളം വറ്റിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താലും മതി. ഒരു പായസം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അതിലേക്കുള്ള ആ ഒരു തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ മാത്രം ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് പശുവും പാല് പാക്കറ്റ് പാല് അതൊന്നും ഒഴിച്ച് കൊടുക്കരുത്. തേങ്ങാപ്പാൽ തന്നെ വേണം ഈ ഒരു പായസം റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റി കിട്ടിയിട്ടുണ്ട്. നേരത്തെ കണ്ട ആ ഒരു പാടകളൊന്നും ഇതിലില്ല കേട്ടോ. വെള്ള കളറിലുള്ള ആ ഒരു പാടകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് അരിച്ചതിന് ശേഷം വേണം ഈ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് പിന്നെ ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം. അതിന് ശേഷം ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം ഒന്ന് തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു നുള്ള് ഉപ്പ് കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലത്തെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ ശർക്കരയുടെ ആ ഒരു കുത്തൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. കൂടെ തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിലോട്ട് നമ്മൾ അരിപ്പൊടി മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം പെട്ടെന്ന് തന്നെ തിക്കായിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ഒന്ന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. അതിന് ശേഷം ഇതിലോട്ട് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. തേങ്ങയുടെ 1ാം പാലാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. 2 കപ്പ് തേങ്ങയുടെ 1ാം പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പായസം വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 മുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു തേങ്ങയും പിന്നെ പകുതി ഭാഗം എടുത്തിട്ടാണ് തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. 1ാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ലോണം തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യരുത്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് പതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ പായസം പിരിഞ്ഞ് പോയ പോലെ ആകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് പതഞ്ഞ് വരുന്നത് വരയ്ക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടായിട്ട് ഇങ്ങനെ തിളയ്ക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു പായസം ഞാനിവിടെ ഈ ഒരു തിക്കിലാണ് കേട്ടോ എടുക്കുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ചിങ്ങനെ ലൂസായ പോലെ ഉണ്ട്, പക്ഷേ അതൊന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ തിക്കായി കിട്ടും. ഇതിലോട്ട് അവസാനം കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മത്തങ്ങ പായസം അവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിപ്പോൾ കണ്ടില്ലേ കുറച്ചും കൂടെ തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് മത്തങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പായസമാണെന്നൊന്നും പറയില്ല കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്